കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി നിലപാട് ആവർത്തിച്ചു. തൽക്കാലം UDFിലേക്കില്ല, LDFിൽ തുടരും. കേരള കോൺഗ്രസ് എം നിൽക്കുന്നിടത്ത് വിജയം ഉറപ്പാണ്, ഭരണം ഉറപ്പാണ്. അവരുടെ പ്രഖ്യാപനം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ജോസ് കെ മാണിയോടും ഒപ്പം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരോടുമൊക്കെ തൽക്കാലം ചർച്ച വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും ലീഗുമൊക്കെ. അവരും ഏകദേശം പിന്മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കിയതോടെ തന്നെ LDFും അവരുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകാൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. കോൺഗ്രസ് ആകട്ടെ ഒരു പടി കൂടി മുന്നിലോട്ട് നീങ്ങുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. കേന്ദ്ര നിരീക്ഷകനായെത്തിയ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചുമതലക്കാരനായെത്തിയ മൗസൂൻ മിസ്ത്രി KPCC ആസ്ഥാനത്തെത്തി. കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തി. കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറയുമ്പോൾ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ്, KSU നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ്, അങ്ങനെ നേതാക്കന്മാരെ എല്ലാം കണ്ടു, അവരുമായി ചർച്ച നടത്തി. എന്നാൽ ഈ കഴിഞ്ഞ ഇടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് ഒരു പ്രസ്താവന നടത്തിയത്, ഒരു പ്രഖ്യാപനം നടത്തിയത്. 50% സീറ്റ് യുവജനങ്ങൾക്കും വനിതകൾക്കുമാണെന്ന്. അങ്ങനെ 50% സീറ്റ് വനിതകൾക്കും യുവാക്കൾക്കും എന്ന് പ്രഖ്യാപിച്ചതോടെ KSUവും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും എല്ലാം തന്നെ അവരുടെ പട്ടിക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള 14 ജില്ലകളിൽ 9 ഇടങ്ങളിൽ മത്സരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും തങ്ങൾക്ക് സ്ഥാനാർത്ഥികളുണ്ടെന്നും അവരുടെ മണ്ഡലം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KSU പട്ടിക നൽകിയത്. KSU മത്സരിച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ, അവിടെ വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട്. ആ സ്വാധീനം എങ്ങനെയാണെന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള പട്ടികയാണ് തയ്യാറാക്കി നൽകിയത്. യൂത്ത് കോൺഗ്രസ് ആകട്ടെ ഒരു പടി കൂടി മുന്നിലോട്ട് കഴിഞ്ഞു. 17 സീറ്റുകൾ അവർക്ക് വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുണ്ടാകുമെന്നും അറിയിക്കുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മഹിളാ കോൺഗ്രസും അവരുടെ പട്ടിക തയ്യാറാക്കി നൽകി കഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നതാണ് പട്ടികയിൽ ഉള്ളത്. അത്തരത്തിലൊരു നീണ്ട പട്ടിക തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 93 ഇടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ആ മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ പ്രതീക്ഷകൾ ഇത്തവണയുമുണ്ട്. പക്ഷേ മറ്റ് ഘടകകക്ഷികളൊന്നും തന്നെ അവകാശവാദം ഉന്നയിച്ചില്ല എങ്കിൽ ഈ 90 എന്ന മാജിക് ഫിഗർ അല്ലെങ്കിൽ ആ മാന്ത്രിക സംഖ്യയിൽ തന്നെ കോൺഗ്രസും മത്സരിച്ച് കഴിഞ്ഞാൽ അതിൽ ഏകദേശം 60% സീറ്റിലെങ്കിലും വിജയം വരിക്കാൻ കഴിയുമെന്നാണ് നേതാക്കന്മാരുടെ പ്രതീക്ഷ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ വിലപേശലുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സീറ്റിനു വേണ്ടി കോൺഗ്രസിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ചയായി ഇപ്പോൾ മാറുന്നത്. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ യൂത്ത് കോൺഗ്രസും KSUവും വനിതാ കോൺഗ്രസും അങ്ങനെ വേണ്ട INTC വരെ ഉൾപ്പെടെയുള്ളവർ അവരുടെ പട്ടിക തയ്യാറാക്കി നൽകിക്കഴിഞ്ഞു. ഈ പട്ടികയിൽ നിന്നും ആളുകളെ കണ്ടെത്തുന്നതിൻ്റെ ചുമതല ഇനി കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിക്കാണ്, കേന്ദ്രത്തിൽ നിർത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കാണ്. അവരതിൻ്റെ പണിയും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിൽ മുൻ വർഷങ്ങളുണ്ടാകാത്ത തരത്തിൽ വളരെ വേഗത്തിൽ കശപിശകളില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും പട്ടികയുടെ വലിപ്പം അവരെ വല്ലാതെ അല്ലെങ്കിൽ വല്ലാത്ത തരത്തിലുള്ള ദുരിതത്തിലാഴ്ത്തുകയാണ്. എങ്ങനെ ആരെ തിരഞ്ഞെടുക്കണം? ഇവരേതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമാണോ? ഇവരുടെ വിജയസാധ്യതകൾ എന്ത്? അല്ലെങ്കിൽ ഇവരുടെ മതസമവാക്യം എന്ത്? സാമുദായിക പരമായ ചിന്തകൾ എന്ത്? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും മൗസൂൻ മിസ്ത്രിയുടെ വരവ് കോൺഗ്രസിലെ മറ്റൊരു നിർണായകമായ ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് ആണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ച. നേതാക്കന്മാരെല്ലാം KPCC ആസ്ഥാനത്തെത്തി മൗസൂൻ മിസ്ത്രിയെ കണ്ടു. ഒപ്പം കേരളത്തിന് ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷിയും കണ്ടു. ഇവരുമായിട്ടെല്ലാം ചർച്ച നടത്തി. പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കേരള ഘടകത്തിൽ നിന്നുള്ള നേതാക്കന്മാർ കൂടിയായതുകൊണ്ട് തന്നെ കേരള ഘടകം നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ നടക്കും. എന്തായാലും വലിയൊരു പട്ടിക ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ കോൺഗ്രസ് AICC നേതാക്കന്മാരുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. കോൺഗ്രസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഫെബ്രുവരി ആദ്യവാരത്തിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി കഴിയുന്നു. വളരെ വേഗത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണ പരിപാടികളുമായി പോകും എന്നുള്ളതാണ്. നിലവിലെ പോക്ക് കണ്ടിട്ട് അങ്ങനെയൊക്കെ നടക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു കേരള കോൺഗ്രസ് എം കൃത്യമായും LDF വിട്ട് UDFിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മധ്യ കേരളത്തിൽ വലിയ തരത്തിലുള്ള ഒരു
പോരാട്ടത്തിന് വഴിവെക്കും. അത് കൃത്യമായും UDF അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ അസ്തമിച്ച സാഹചര്യത്തിൽ ഇനി ശക്തമായ തരത്തിൽ മധ്യ കേരളത്തിലും നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മുന്നോട്ട് പോകണം. അതാണ് കോൺഗ്രസിന് മുന്നിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. പ്രത്യേകിച്ചും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ. ഈ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസുമൊക്കെ നിയമസഭാ മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ട് പേരുകൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടക്കും എന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ കോൺഗ്രസ് പട്ടിക പുറത്തിറക്കും എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്നവർ പറയുമ്പോഴും ലീഗും ഒപ്പം മറ്റ് ഘടകകക്ഷികളും കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ചില സീറ്റുകൾ വച്ചുമാറണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും RSP, ലീഗ് ഇവർക്കൊക്കെ പലപ്പോഴും നൽകിയിട്ടുള്ളത് വിജയസാധ്യതയില്ലാത്ത സീറ്റുകളാണ്. അതുകൊണ്ട് ആ സീറ്റുകൾ മാറണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യം പരിഗണിക്കപ്പെടുമോ അതോ അത് തള്ളിക്കളയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ നിന്നും വ്യക്തമാകും, UDF യോഗത്തിൽ നിന്നും അറിയാൻ കഴിയും. എന്തായാലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി കോൺഗ്രസിലെ സീറ്റ് ചർച്ചയും സജീവമായി നടക്കുന്നു. പക്ഷേ ഇനി കാര്യങ്ങൾ കൃത്യമായും അല്ലെങ്കിൽ പരിപൂർണമായും പൂർത്തിയാക്കേണ്ടത് UDF-നകത്തെ സീറ്റ് സംബന്ധിച്ച ചർച്ചകളാണ്. ആ ചർച്ചകൾ വേഗത്തിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ചില കല്ലുകടികളുണ്ട്. കാരണം പല രാഷ്ട്രീയ പാർട്ടികളും ഒന്നിൽ കൂടുതൽ സീറ്റ്, പ്രത്യേകിച്ചും RMP സീറ്റ് കൂടുതൽ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലീഗ് ചില സീറ്റുകൾ മാറ്റി വേണമെന്ന് പറയുന്നുണ്ട്, ചില സീറ്റുകൾ കൂടുതലായി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ ചർച്ച സജീവമാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഫെബ്രുവരിയോടുകൂടി UDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്.